കൊല്ലം ശക്തികുളങ്ങരയിൽ കുടുംബവഴക്കിനെ തുടർന്ന് 3 പേർക്ക് വെട്ടേറ്റു. ശക്തികുളങ്ങര സ്വദേശിനി രമണി, സഹോദരി സുഹാസിനി, സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഈ കുടുംബവഴക്കിനെ തുടർന്നാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. വിശദാംശങ്ങൾ. ഇത് കൃത്യമായി ചേട്ടാ എന്താ സംഭവം? ഇത് അവർക്ക് സംസാരിക്കാൻ പറ്റും. ചോദിക്കും ചേച്ചി എന്താ സംഭവിച്ചത്? ചേച്ചിയായിട്ട് സംസാരം ഉണ്ടായി. ഒരു ഭാര്യ ഭർത്താവോടെ സംസാരം. ഇങ്ങനെ ഞങ്ങളെ ഒരാക്ഷേപങ്ങൾ എന്നിട്ട് പറഞ്ഞു. നിൻ്റെ അനിയത്തിമാരും അവർ മറ്റേ തരം ജീവിക്കുന്നവളുമാരാണ്. അവരെ ഭാര്യയായിട്ട് വഴക്കൂടുന്ന ആ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂട്ടിയടക്കം ഇങ്ങനെ ആക്ഷേപിക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ എൻ്റെ കൂടെ ഏറ്റവും മൂത്ത ചേട്ടത്തിയത് അന്നേരം ചേച്ചി ഇതടക്ക് പറഞ്ഞു, എന്നെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ പറഞ്ഞോളൂ. കൂട്ടിയടക്കം എൻ്റെ സഹോദരങ്ങളെല്ലാം ആക്ഷേപിക്കേണ്ട കാര്യം. കൊല്ലം ശക്തികുളങ്ങരയിൽ കുടുംബവഴക്കിനെ തുടർന്ന് 3 പേർക്ക് വെട്ടേറ്റു. 2-3 വെട്ടുന്ന സൗണ്ട് കേട്ട് ഞാൻ അകത്തോട്ട് കയറാൻ ചെന്ന് എന്തോ നോക്കാനായിട്ട് ചെന്നപ്പോൾ എവിടെ പോകുന്നടിയെന്ന് വെച്ച് എന്നെ വെട്ടുന്നതിന് ഓടി വന്ന് എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നു. 2 പേരും അത്ര സൗകര്യതയല്ല. ഭാര്യ ഭർത്താവ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 1.5 വർഷമായി. എൻ്റെ മൂത്ത മോനത് എന്നെ വെട്ടുന്നുണ്ടപ്പോൾ എൻ്റെ മോൻ ഓടി വന്ന് എൻ്റെ മോനെ നെഞ്ചത്ത് വെട്ടി. ഒരു ദ്രോഹത്തിന് ഞങ്ങൾ പോകുന്നില്ല. കൂടപ്പുറപ്പിൻ്റെ ചെയ്യുന്ന കണ്ടു ഓടി ചെന്നപ്പോഴേ എന്നെ ഇത് ചെയ്തത്. എൻ്റെ മോനെ വേല ചെയ്ത്. ഷമ്മി, ഇത് കുടുംബ വഴക്ക്. ഇത് അച്ഛൻ തന്നെയാണ് ഈ അദ്ദേഹത്തെ ഭാര്യയെയും അതേപോലെ മകളെയും മകളുടെ മകനെയും ഒക്കെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് സുഹാസിനി. ഇത് സുഹാസിനിയുടെ മകൻ മകനാണ് വെട്ടേറ്റത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ രമണി, അതായത് ഇപ്പോൾ ഇതിൽ പ്രതി അപ്പുക്കുട്ടൻ്റെ ഭാര്യ രമണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കുടുംബ വഴക്കിലേക്ക് നയിക്കാൻ, അതായത് ഇത്രയും വലിയൊരു അക്രമത്തിലേക്കൊക്കെ തിരിയാനുള്ള സാഹചര്യം, അതും 74 വയസ്സുള്ള ഒരാളാണ് ഈ അതിക്രമം ചെയ്തിരിക്കുന്നത്. രാജ്കുമാർ, അതെ, ഇവർ തങ്ങളിൽ നേരത്തെ തന്നെ മാനസികമായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. ബന്ധുവീട്ടിലായിരുന്നു ഈ അപ്പക്കുട്ടൻ്റെ ഭാര്യ രമണി. മടങ്ങി വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരുപക്ഷെ ആ ഒരു വിരോധമായിരിക്കാം ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് നടന്നു എന്നാണ് പലപ്പോൾ ഒരു ബന്ധു പറയും. എന്തായിരുന്നു സംഭവിച്ചത്? ഇവർ ഈ അപ്പക്കുട്ടനും രമണിയായിട്ട് നേരത്തെ ചെറിയ പിണക്കുണ്ട്, കുടുംബ പിണക്കമാണ്. അപ്പോൾ ആ പിണക്കത്തോടുകൂടി ഭാര്യ മകളുടെ വീട്ടിലേക്ക് പോയി. തിരിച്ച് പിണക്കം കഴിഞ്ഞ് വന്നപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തിരിക്കുക. ആ രമണിയുടെ അനിയത്തിയാണ് ഈ കിടക്കുന്ന സുഹാസിനി. അവരെ ഉപദ്രവിച്ചപ്പം ഇവർ ഓടിച്ചെന്നു. ഒരു പുരയിടത്തിൽ 2 വീടാണ്. ഇവർ വായിടുന്ന കേട്ടപ്പോൾ അവരുടെ മകനായി കിടക്കുന്ന സൂരജ് ഓടിച്ചെന്നു. അവനെയും അദ്ദേഹം അങ്ങനെ ചെയ്തു. നിസ്സാരമായ കേസാണ്. അദ്ദേഹത്തിന് മദ്യപാനിയോ അല്ലെങ്കിൽ ഭ്രാന്തനൊന്നും അല്ല. അയാൾക്ക് ഒരു അസുഖമുള്ള ആളല്ല. ഇതാണ് നടന്നത്. ഇവരായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പിണക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഷമ്മി, രാജ്കുമാർ, എന്തായാലും വലിയ തോതിലുള്ള ഒരു അക്രമ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്ന് 3 പേർക്ക് വെട്ടേറ്റു. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.